കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ വീണ്ടും കൂട്ടരോഗബാധ. 27 പേർക്ക് വയറിളക്കവും ഛർദിയും റിപ്പോർട്ട് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്ന് നടത്തിയ സർവേയിലാണ് അതിസാരത്തിന്റെ വാർത്ത പുറത്തുവന്നത്. ഫ്ളാറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. 6 മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഫ്ളാറ്റിൽ അതിസാരം റിപ്പോർട്ട് ചെയ്യുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും ആശാപ്രവർത്തകരും ചേർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 27 പേർ രോഗികളാണ് എന്ന വിവരം കണ്ടെത്തിയത്. ഇതിൽ 2 പേർക്ക് മഞ്ഞപ്പിത്തമുണ്ട് എന്നുള്ള കണ്ടെത്തൽ ആരോഗ്യ പ്രവർത്തകരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും കൂട്ടരോഗബാധ. തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ സർവേയിലാണ് 27 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. ഇതിൽ 2 പേർക്ക് മഞ്ഞപ്പിത്തമാണ്. 3 ദിവസം മുൻപാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും അതിസാരവും ഛർദിയുമടക്കം റിപ്പോർട്ട് ചെയ്തത്. ഫ്ളാറ്റിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന 27 പേർക്ക് ഛർദിയും അതിസാരവും മഞ്ഞപ്പിത്തവും അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഫ്ളാറ്റിലെ താമസക്കാർ കുടിവെള്ളം പരിശോധിച്ചപ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തി. ഈ റിപ്പോർട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. 6 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ 200-ലധികം ആളുകൾക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ആരോഗ്യവകുപ്പ് ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. വീണ്ടും രോഗബാധ ഉണ്ടായപ്പോൾ മറച്ചുവെക്കാനാണ് ഫ്ളാറ്റ് അധികൃതർ ശ്രമിച്ചതെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. 3 ദിവസമായി നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഫ്ളാറ്റിൽ വിശ്രമിക്കുകയാണ്. 1500-ലധികം ആളുകളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നത്. രോഗബാധയുടെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് അധികൃതർ. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യ പ്രവർത്തകരെ യഥാസമയം വിവരമറിയിക്കാതെ വിവരം മറച്ചുവെക്കുക എന്ന തെറ്റായ രീതിയാണ് DLF-ലെ ഫ്ളാറ്റ് ഉടമകൾ സ്വീകരിക്കുന്നത്. മുൻപും ഇതേ രീതി സ്വീകരിച്ചപ്പോഴാണ് 200-ലധികം ആളുകൾ രോഗികളായതും സ്ഥിതി വഷളായതും. ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.